ഈ കക്കാവായിരുന്ന ചേട്ടനെ കണ്ട ചേട്ടൻ എത്ര ശ്രദ്ധയോടും എത്ര ക്ഷമയോടും കൂടിയാണ് ഓരോ കാര്യം ചെയ്യുന്നത് കണ്ട. അതെ, ചിലരൊക്കെ പറയാറുണ്ട് ക്ഷമയുടെ നെല്ലിപ്പടി കടന്നു അടിച്ചു പൊടിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മൾക്ക് കണ്ടുമുട്ടുന്ന ചിലർക്ക് ഭയങ്കര ദേഷ്യം, വിദ്വേഷം, വൈരാഗ്യം, എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ചുറ്റുപാട് ഒരുപാട് നെഗറ്റിവിറ്റികളുണ്ട്. പക്ഷേ നെഗറ്റീവായിട്ട് കാര്യങ്ങളെ പിക്കപ്പ് ചെയ്യുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവ് ആക്കാനായിട്ട് പഠിക്കുക. അപ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അബ്സോർവ് ചെയ്യരുത്. ചിലർ സ്പോഞ്ച് പോലെയാണ്, വെള്ളത്തിൽ വീണ് ആ സ്പോഞ്ച് വെള്ളം എല്ലാം ആഗിരണം ചെയ്തങ്ങ് സ്വാംശീകരിക്കുന്ന പോലെയാണ്. നെഗറ്റിവിറ്റി മാത്രം എടുക്കുന്നവരുണ്ടാകും. നെഗറ്റിവിറ്റി മാത്രം എടുക്കുമ്പോഴെന്താണ്, നമ്മൾ ദോഷിക ദൃക്കളായിട്ട് മാറും. എല്ലാത്തിലും കുറ്റം കാണാനും എല്ലാവരിലും കുറ്റം കാണാനും പഠിക്കും. പക്ഷേ പോസിറ്റീവായിട്ട് ഈ നെഗറ്റിവിറ്റികളെ പോലും പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്നവരെ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് പലപ്പോഴും എല്ലാത്തിലും സാധ്യത കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ സാധ്യതകൾ കാണാനായിട്ട് സാധിക്കുന്നവരാണ് വിജയിക്കാനായിട്ട് സാധിക്കുക. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവയൊക്കെ പോസിറ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശദീകരണമാണ്. നീ എങ്ങനെയാണ് നിൻ്റെ ജീവിതത്തെ വിശദീകരിക്കുക, അതനുസരിച്ചാണ് നിൻ്റെ മനോഭാവം അനുസരിച്ചാണ് നിൻ്റെ അനുഭവങ്ങളെയും ജീവിതത്തെയും നീ വിശദീകരിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് നിൻ്റെ ജീവിതാനുഭവങ്ങളെ വിശദീകരിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്.